MG സർവകലാശാലയിൽ കാവ്യവൽക്കരണം നടത്തുന്നതായി ആരോപിച്ച് SFI സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ചും ധർണയും നടത്തി. പുതുതായി നിയമിച്ച സർവകലാശാല VC-യുടെ അടക്കം നിയമനങ്ങളുടെ പിന്നിൽ കാവ്യവൽക്കരണത്തിനുള്ള നീക്കമാണെന്ന് സമരക്കാർ ആരോപിച്ചു. ക്യാമ്പസ് ഗേറ്റിൽ നിന്ന് ആരംഭിച്ച പ്രകടനം VC-യുടെ ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ SFI ജില്ലാ സെക്രട്ടറി രാഹുൽ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യം മാപ്പ് പറയേണ്ടത് എന്ന് സുരേന്ദ്രൻ പറഞ്ഞു വെച്ചതാണെങ്കിലും അതാണ് ശരിയായിട്ടുള്ള കാര്യം. ആദ്യം മാപ്പ് പറഞ്ഞു തുടങ്ങേണ്ടത് കേരളത്തിനകത്തെ മുഖ്യമന്ത്രി തന്നെയാണ്. അങ്ങനെ മുഖ്യമന്ത്രി ആ നിലയിലേക്ക് നിലപാട് എടുത്തപ്പോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയാ SFI പറയുന്നതിന് മറുപടി KSU കൊടുക്കുമെന്ന്. MG സർവകലാശാലയ്ക്കകത്ത് RSSകാരനായിട്ടുള്ള ഒരു VC അധികാരമേറ്റിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ട് പോലും ഒരു പ്രതികരണവും നടക്കാത്ത ഒരു വിദ്യാർത്ഥി സംഘടന SFIക്ക് മറുപടി കൊടുക്കുമെന്ന്. SFI ഈ സമരവുമായിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത് ആദ്യമായിട്ടല്ല. ആദ്യഘട്ടത്തിൽ SFIയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഈ സർവകലാശാലയ്ക്കകത്തേക്ക് പ്രതിഷേധമായി കയറി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് സർവകലാശാല കമ്മിറ്റി ഇങ്ങോട്ടേക്ക് പ്രതിഷേധമായി കയറി വന്നിരിക്കുകയാണ്. ഇന്ന് MG സർവകലാശാലയ്ക്ക് കീഴിലുള്ള മുഴുവൻ ക്യാമ്പസുകൾക്കകത്തേക്കും SFI പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിനകത്ത്. അങ്ങനെ ഈ ക്യാമ്പസിനെ RSSന്റെ ശാഖകളാക്കി മാറ്റാമെന്ന് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ മാവൂദും വിചാരിക്കണ്ട എന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണ് ഈ അവസരത്തിൽ. കാരണം അങ്ങനെ RSSന്റെ ശാഖകളാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറുവാകുവാണെങ്കിൽ ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളെ എഴുന്നേൽപ്പിക്കൊണ്ട് ഈ വിദ്യാർത്ഥികളാകുന്ന ഞങ്ങളുടെ സമരത്തിൽ ഞങ്ങൾ സമരം നടത്തിക്കൊണ്ട് അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയും ഇവിടെ നിങ്ങളെ ഒരു RSS വൽക്കരണവും നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കത്തില്ല എന്നും ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം നിഹിത മനോജ്, യൂണിറ്റ് പ്രസിഡന്റ് അൻസിൽ, യൂണിറ്റ് സെക്രട്ടറി അതിരിത് എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ പ്രതീകാത്മകമായി VC കൈമാറുന്ന സമരവും പരിപാടിയുടെ ഭാഗമായി നടന്നു. സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ ക്യാമ്പസുകളിലും SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു.